നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ വൈശാഖ മാസ അല്ലെങ്കിൽ ദീപാരാധനയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖത്തിൻ്റെ വീഡിയോ 2 ദിവസമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ഉച്ചപൂജയുടെ അലങ്കാരമാണ് സത്സംഗത്തിൽ ആദ്യം പറയാറുള്ളത്. അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഭാഗ്യയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കാര്യമാണ്. എനിക്കും അത് അതേ ഫ്ലോയിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഞാനത് വേറെ രണ്ട് വീഡിയോ അല്ലേ എന്ന് കരുതിയിട്ടാണ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇന്നലെ ശ്രീലകത്ത് രാമകൃഷ്ണന്മാരോടൊപ്പം തന്നെ 2 ഗോപാല കുട്ടികളും ഉണ്ടായിരുന്നു. അവർ വൃന്ദാവനത്തിൽ എങ്ങനെയാണോ ലീലകൾ ആടിയിരുന്നത് അതേപോലെ തന്നെയാണ് ശ്രീ ഗുരുവായൂർ അമ്പലത്തിലും ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഒരു വൃന്ദാവന ലീലകളും ഇവിടെയും നടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കാം ഇന്നലെ ബാലലീലകളായിരുന്നു. രാമകൃഷ്ണന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാമകൃഷ്ണന്മാരെയും ഗോപാലക്കുട്ടികളെയും എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2 ദിവസമായിട്ട് എവിടെയാണ് നാമജപം അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരുപാട് പേര് നാമം ജപിച്ച് എണ്ണി കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരോടും എനിക്ക് ക്ഷമ ചോദിക്കാനുണ്ട്. കാരണം വൈശാഖത്തിൻ്റെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണമെന്ന് അത്ര ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ 2 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉച്ച തൊട്ട് ഞാൻ വാട്സപ്പിലും ആക്റ്റീവ് അല്ല. ഒട്ടും നോക്കിയിട്ടില്ല. വാട്സപ്പിൻ്റെ മെസ്സേജസ് ഒന്നും നോക്കിയിട്ടില്ല. വളരെ എന്താ പറയുക, പേഴ്സണലി അടുപ്പുള്ള ആൾക്കാരുടെ മെസ്സേജ് പോലും ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ റീ ഓപ്പണിംഗ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. എനിക്ക് തിരക്കെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പൊതുവേ ഒരു കൈവേഗക്കുറവുണ്ട് പണികളൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ആയിരിക്കും കേട്ടോ എനിക്ക് സമയം കിട്ടാതെ പോയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇന്ന് ഞാൻ എല്ലാവരുടെയും വാട്സപ്പ് മെസ്സേജ് രാത്രി ആയാലും നോക്കാമെന്ന് വിചാരിക്കുന്നു. സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും നാളത്തെ വീഡിയോയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും അപ്ഡേഷനുമായിട്ട് വരാം കേട്ടോ. ഇന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ നാമം ജപിക്കണമെന്ന് വിചാരിച്ചിരുന്ന ദിവസം. അപ്പോൾ അത് ഇന്നലെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് അത് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റിയെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈശാഖം കഴിയണ ദിവസം 6-ാം തീയതിയിലേക്ക് ആക്കാം നമുക്ക് ആ ഒരു റെക്കോർഡ് നാമം ജപം എന്ന് വിചാരിക്കണു. 6-ാം തീയതി കേട്ടോ. അപ്പോൾ ഇന്ന് വൈശാഖത്തിലെ 2ാമത്തെ ഏകാദശിയാണല്ലോ. അപ്പോൾ എനിക്ക് ഏകാദശി ഇല്ല, എനിക്കൊരു പെലയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏകാദശി നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏകാദശിയുടെ മാഹാത്മ്യം നോക്കിയാലോ നമുക്ക്. നമ്മളുടെ കഥ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ മധുരാപുരിയിലേക്ക് ഗുരുവായൂരപ്പൻ രാമകൃഷ്ണന്മാർ എഴുന്നള്ളേണ്ട ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഏകാദശി ആയതുകൊണ്ട് നമുക്ക് ഏകാദശിയുടെ ആ ഒരു മഹാത്മ്യം നോക്കാം. അംബരീഷ ചരിതം കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഓർമ്മയൊന്നും വരണില്ല. ഞാൻ കുറേ കാലം മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എടുത്ത് പറയുകയാണ്. കുറേ തെറ്റുകളുണ്ടായിരിക്കാം, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അംബരീഷ ചരിതം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദീപാരാധന ഒന്ന് കണ്ടിട്ട് തൊഴുതിട്ട് വരാം കേട്ടോ. എല്ലാവരും ദീപാരാധന കണ്ട് തൊഴുതിട്ട് വരും. ഗോപവതൂ ജനമറിഞ്ഞീട ഗോകുലം പോലും അറിഞ്ഞീട. ഗോപവതൂ ജനമറിഞ്ഞീല ഗോകുലം പോലും അറിഞ്ഞീല.
രാസവിലാസ നർത്തനമാടും രാധാ കാമുകനെ വിടേകും. ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഭയങ്കര സൈലൻസ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒരുപാട് സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ സൗണ്ട് കുറഞ്ഞു പോവോ, നിങ്ങൾക്ക് കേൾക്കാണ്ടേ ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ. കേൾക്കണേ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, തെറ്റുകൾ ക്ഷമിക്കണേ. അപ്പോൾ അംബരീഷ് മഹാരാജാവ്, അതായത് അംബരീഷൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും ഉത്തമമായ ഭക്തരിൽ ഒരാളായിരുന്നു എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ ദേശം, അദ്ദേഹത്തിൻ്റെ നാട് വഴുന്ന കാലം, ഇതൊക്കെ ഞാൻ മറന്നു പോയിരിക്കണം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, രാജ്യകാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ഒപ്പം തന്നെ ഈ ഒരു ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യലും എല്ലാം കൂടി ആവുമ്പോൾ എത്തിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്. എന്നാലും അദ്ദേഹം നല്ലോണം നാമം ജപിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും സത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭഗവാൻ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുദർശനനെ തന്നെ നേരിട്ട് വിട്ടുകൊടുത്തു എന്നാണ് പറയുക. സുദർശന ചക്രം ഒരു മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു അംബരീഷിൻ്റെ മന്ത്രി പദം അലങ്കരിക്കാനായിട്ട് അവിടെ എത്തി. ഭഗവാൻ നേരിട്ട് അയച്ചതാണ് എന്നും അങ്ങേ ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതലായിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുമാണ് ഈ സുദർശനൻ പറഞ്ഞത്. സുദർശനൻ വന്നതിന് ശേഷം ഈ അംബരീഷിന് കൂടുതൽ സമയം ഭഗവത് ചിന്തകളുമായിട്ട് കഴിയാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സംവത്സര ഭജനം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഒരു വർഷത്തെ ഭജനം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, ഒരു വർഷത്തെ ഏകാദശി നോറ്റാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം സുദർശനനോട് പറയുകയും സുദർശനൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. സുദർശനത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ ഒരു സംവത്സര ഭജനം തുടങ്ങി. എല്ലാ ഏകാദശികളും നോൽക്കാൻ തുടങ്ങി. നമ്മുടെ പോലെയൊന്നുമല്ല അവിടെ ഏകാദശി നോൽക്കുമ്പോൾ അദ്ദേഹം ദശമിയുടെ അന്ന് തൊട്ട് ഒരിക്കലൂണ് മാത്രമാണ് ഏകാദശി, ഉപവാസരഥമാണ്. അതിനുശേഷം ദ്വാദശിയുടെ പാരണയുടെ സമയത്ത് അദ്ദേഹം ബ്രാഹ്മണർക്കും സന്യാസിമാർക്കും ഒക്കെ ഭോജനം നൽകുകയും അതുപോലെ തന്നെ ആ ഒരു പാരണ വീടുകയുമാണ് ചെയ്യാറ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംവത്സര ഭജനം പൂർത്തിയാവാൻ ഇനി അവസാനത്തെ ഏകാദശി എന്ന ആ ഒരു സമയം എത്തിയ സമയത്ത് അവിടെ അദ്ദേഹത്തിന് ദ്വാദശിയുടെ അന്ന്, ഏകാദശി വ്രതം നോറ്റ് ദ്വാദശിയുടെ അന്ന് ദുർവാസാവ് മഹർഷി വരികയുണ്ടായിത്രേ. ദുർവാസാവ് മഹർഷി വന്നതും അദ്ദേഹത്തിന് സന്തോഷമായി സ്വീകരിച്ച് ആനയിച്ചിരുത്തിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സംവത്സര ഭജനമായിരുന്നു, ഇന്നാണ് അവസാനത്തെ ഏകാദശി വരുന്നത്. അപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞത്, ഇന്ന് ദ്വാദശിയായി. അപ്പോൾ ഇതിന് പാരണ വീടാൻ അദ്ദേഹം അങ്ങും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ദുർവാസാവ് മഹർഷി അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുളിച്ച് വരാം, എന്നിട്ട് ഭക്ഷണം സ്വീകരിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആയപ്പോൾ അദ്ദേഹം കുളിക്കാൻ പോയി. പൊതുവെ കുറച്ചൊരു എന്താ പറയുക, സാവധാനക്കാരനായിരുന്ന അദ്ദേഹം കുളി കഴിഞ്ഞെത്താൻ ഒരുപാട് നേരം വൈകിയത്രേ. കുറേ നേരം വൈകിയപ്പോൾ സുദർശനം അടക്കമുള്ള എല്ലാവരും ഇദ്ദേഹത്തിനോട് പറഞ്ഞുത്രേ, അംബരീഷിനോട് പറഞ്ഞുത്രേ, അങ്ങ് പാരണ വീടാനുള്ള മുഹൂർത്തം കഴിയാറായി, അതുകൊണ്ട് തന്നെ അങ്ങ് തീർത്ഥം സേവിച്ച് പാരണ വീടിക്കോളൂ എന്ന് പറഞ്ഞുത്രേ. അപ്പോൾ അദ്ദേഹം മനസ്സോടെയാണ്, കാരണം എപ്പോഴാണ് അദ്ദേഹം കയറി വരിക എന്നറിയില്ല. അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുത്തതിന് ശേഷം പാരണ വീടണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ഇതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയം കഴിഞ്ഞു പോകണ്ടെന്ന് കരുതി തീർത്ഥം കയ്യിലിങ്ങനെ വാങ്ങിയിത്രേ പാരണ വീടാനായിട്ട്. ആ തീർത്ഥം വാങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി വന്നത്. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പൊതുവേ ദേഷ്യക്കാരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചതും അദ്ദേഹം നേരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജട കുടഞ്ഞു. ദേഷ്യം കൊണ്ട് ജ്വലിച്ച അദ്ദേഹത്തിൻ്റെ ആ ജടയിൽ നിന്ന്
കൃത്യ എന്നൊരു രാക്ഷസി ഉണ്ടായിത്രേ. ആ രാക്ഷസി അംബരീഷൻ്റെ നേരെ പാഞ്ഞടുത്ത് ചെന്നു. അംബരീഷനെ പിടിച്ച് തിന്നുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് അദ്ദേഹം പാഞ്ഞടുത്ത് ചെന്നപ്പോൾ സുദർശനം തൻ്റെ രൂപം സ്വീകരിച്ച് കൃത്യയുടെ കഥ കഴിക്കുകയും കൃത്യയെ ആരാണ് ഉണ്ടാക്കിയത് ആ ഒരു ദുർവാസാവ് മഹർഷിയുടെ നേരെ സുദർശന ചക്രം നേരെ ചെല്ലുകയുണ്ടായി. ദുർവാസാവ് മഹർഷി പറഞ്ഞു അത്രേ, അപ്പോഴത്തെ കോപത്തിനാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിവർത്തിയില്ല, ഞാൻ ഇത് ചെയ്തേ പറ്റൂ, കാരണം അങ്ങ് അംബരീഷ് മഹാരാജാവിൻ്റെ നേരെയാണ് അല്ലെങ്കിൽ ഈ ഒരു കൃത്യയെ അയച്ചിരിക്കുന്നത്, അത് തീർച്ചയായിട്ടും അങ്ങയെ വധിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ദുർവാസാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാളോട് സംസാരിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ബ്രഹ്മലോകത്തേക്ക്, സത്യലോകത്തേക്കാണ് അത്ര ആദ്യം അവർ ചെന്നത്. ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത്രേ, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, സുദർശനം എൻ്റേതല്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പം നേരെ മഹാദേവൻ്റെ അടുത്ത് പോയപ്പോഴും മഹാദേവൻ കൈലാസത്തിൽ വെച്ച് ഇത് തന്നെയാണത്രേ മറുപടി പറഞ്ഞത്, എൻ്റേതല്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പോൾ നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ. അദ്ദേഹം നേരെ വന്ന് സ്വീകരിച്ചു കേട്ടോ, ദുർവാസാവിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച്. അദ്ദേഹം ദുർവാസാവ് കാര്യം പറഞ്ഞു അത്രേ, എന്നെ ഇതാ വധിക്കാനായിട്ട് സുദർശന ചക്രം എനിക്ക് പുറകിൽ തന്നെയുണ്ട്, അങ്ങല്ലേ സുദർശന ചക്രത്തിൻ്റെ ആൾ, അപ്പം അങ്ങ് പറഞ്ഞാലേ സുദർശന ചക്രം അനുസരിക്കുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറയണം എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അത്രേ, എനിക്ക് യാതൊരു നിവർത്തിയില്ല പറയാൻ, കാരണം സുദർശനം എൻ്റേതല്ലാന്ന്. എൻ്റേതല്ലാന്ന് കേട്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, അങ്ങയുടേതല്ലാന്ന് എന്താ പറയണത്, അങ്ങയുടെ തന്നെയാണല്ലോ ഇത്. അപ്പോൾ അല്ല, കാരണം ഞാൻ എന്നെ തന്നെ അംബരീഷിന് സമർപ്പിച്ചിരിക്കുകയാണ്, അംബരീഷിന് ഞാൻ എൻ്റെ എല്ലാം കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സുദർശന ചക്രവും അംബരീഷിൻ്റേതാണ്. അപ്പോൾ സുദർശനം ഇനി എന്തെങ്കിലും ഒരു കമാൻഡ് അത് അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുസരിക്കണമെങ്കിൽ അത് അംബരീഷൻ തന്നെ പറയേണ്ടി വരും, അങ്ങ് അവിടേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് വല്ലാത്ത വിഷമം തോന്നിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, ശരി, അംബരീഷൻ അങ്ങയുടെ ഏറ്റവും നല്ല ഉത്തമനായ ഭക്തൻ തന്നെയാണ്, പക്ഷേ ഈ ദുർവാസാവും അങ്ങയുടെ ഭക്തൻ തന്നെയല്ലേ, ഞാനും അങ്ങയെ തന്നെയല്ലേ ഉപാസിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ സംരക്ഷിക്കാൻ ഇത്രയും മടിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞു അത്രേ, ഭക്തിയോടൊപ്പം എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനയമാണ്. ഭക്തിയോടൊപ്പം നമുക്ക് നമ്മൾ എന്ന ചിന്ത, അഹങ്കാരം എന്ന ചിന്തയല്ലാതെ അതിന് കുറച്ച് വിനയഭാവം കൂടി ഉണ്ടെങ്കിൽ ആ ഭക്തിക്ക് സ്വർണത്തിന് സുഗന്ധം വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയായി തീരും അത്രേ ഭക്തിക്ക് വിനയവും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഓരോ ഭക്തരും ഏറ്റവും ആദ്യം വിനയം ശീലിക്കണം എന്നാണ് പറയുന്നത്. വിനയപൂർവ്വം പെരുമാറുക, വിനയപൂർവ്വം വർത്തമാനം പറയുക മാത്രമല്ല, നമുക്ക് നമ്മളുടേതായിട്ടൊന്നുമില്ല, ഒക്കെ ശ്രീ ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ തന്നെത്താൻ നമ്മളുടെ ഉള്ളിൽ ആ വിനയം വരിക ചെയ്യും. അപ്പോൾ വിനയത്തോടു കൂടിയുള്ള ഭക്തിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നത്. അപ്പോൾ നേരെ ദുർവാസാവിന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അംബരീഷിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കാൻ പോയപ്പോൾ അദ്ദേഹം അതൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിനയം അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അങ്ങ് എന്നോട് മാപ്പ് ചോദിക്കരുത്, ഞാൻ അങ്ങേ ഒരിക്കലും അപമാനിക്കാൻ തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല. പാരണയുടെ സമയം മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി 1 സംവത്സരത്തോളം ഞാൻ കാത്തു സൂക്ഷിച്ച ആ വ്രതം അത് ഭംഗിയായി അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ തീർത്ഥം സേവിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല, അങ്ങേ ഞാൻ ഒരിക്കലും അപമാനിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് നമസ്കരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉള്ള ഉപചാരങ്ങളോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു ദുർവാസാവിനെ. അപ്പോൾ ദുർവാസാവ് മഹർഷിയെ ഒരിക്കലും അംബരീഷ് മഹാരാജാവ് അപമാനിച്ചതേയില്ല. അതോടുകൂടി ദുർവാസാവിന് മനസ്സമാധാനമായി എന്നാണ് പറയണത്. അപ്പോൾ അത്രയും തന്നെ സമർപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ അംബരീഷിൻ്റെ അടിമയാണെന്നാണ് പറയുന്നത്, ഭക്തൻ്റെ ദാസനാണെന്നാണ് പറയുന്നത് ഭഗവാൻ. അങ്ങനെ ഒരു തലത്തിലേക്ക്
അംബരീഷൻ ഉയർന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഏകാദശി വ്രതം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏകാദശി നമുക്ക് ഓരോരുത്തർക്കും നോൽക്കാൻ സാധിക്കട്ടെ. ഈ ഒരു ഏകാദശി നോൽക്കാൻ സാധിക്കാത്ത ആൾക്കാരിൽ ഞാനും ഒരാളാണ്. അപ്പോൾ ഇനി വരുന്ന ഏകാദശിയെങ്കിലും നമുക്ക് എല്ലാവർക്കും നോൽക്കാൻ സാധിക്കട്ടെ. ഈ കഥയിൽ അനവധി തെറ്റുകളുണ്ട് കേട്ടോ. എനിക്ക് തന്നെ നല്ലോണം നിശ്ചയുണ്ട്. കാരണം ഞാനിത് കുറേ കാലം മുമ്പ് കേട്ടതാണ്. ഓർമ്മയിൽ ഇന്ന് എടുത്ത് പറയാമെന്ന് മാത്രമുള്ളതല്ല, ഇത്തിരി നേരം വൈകിയതിൻ്റെയും എല്ലാം കൊണ്ടുള്ള പരിഭ്രമം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചതാണ്. അപ്പോൾ ഇതിലുള്ള തെറ്റുകളെല്ലാം ഗുരുവായൂരപ്പനെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് നിർത്തുന്നത്. നാളെ നല്ല കഥ ഞാൻ നന്നായി പഠിച്ചു എന്ന് പറയാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.